കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയും കൂട്ടുകാരിയും കൂടി നടന്നു പോവാണ്. അപ്പൊ അവർക്ക് ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അല്ലടി ഇതിന് നല്ലൊരു എമൗണ്ട് വരുമല്ലോ, എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കണ്ടേ, അതും ഇന്ന് തന്നെ കൊടുക്കണ്ടേ, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എടി എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ്, പക്ഷേ എനിക്ക് നല്ലൊരു ഒന്നാം തരം ഒരു സ്പോൺസർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ചാക്കിലിട്ട് പൈസ ഒപ്പിച്ചോളാം. അപ്പം നീ ആരെയും ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി, അല്ലാതെ ആരാണ്, അവരെന്തായാലും ശ്രുതിയുടെ കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യത്തിലാണ്. അപ്പം ശ്രുതിയെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലോ, അത് നിനക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ചന്ദ്രമതിയെ ഉടനെ ഫോൺ ചെയ്യാണ് ശ്രുതി. അപ്പൊ ശ്രുതിയുടെ കോള് കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്ര ഫോൺ അറ്റൻഡ് ചെയ്യാട്ടോ. മോളെ നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ആൻറ്റിയോട് ഞാനൊരു സോറി പറയാൻ വിളിച്ചതാണ്, നമുക്ക് വിവാഹം 1 വർഷം കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിക്കുമ്പം എന്താ മോളെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ. ആൻറ്റിയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി കൈവശപ്പെടുത്തണമെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം അഡ്വാൻസ് ആയിട്ട്. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അത്രയും പൈസ ഇല്ല. ഇപ്പം ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എനിക്ക് ആ പൈസ കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടി ഞാൻ ഇതുപോലെ ജോലി ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഇനി ശ്രുതിക്ക് പറ്റിയ ബന്ധം വല്ലതും വരികയാണെങ്കിൽ ആൻറ്റി അത് നടത്തിക്കോന്ന് പറയുമ്പം ചന്ദ്രമതിക്ക് അത് പറ്റുന്നില്ല കേട്ടോ. അപ്പം ചന്ദ്രയ്ക്ക് നമ്മുടെ ഭാമ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സച്ചിനെ ഒതുക്കുക, മറ്റേതെന്ന് പറഞ്ഞാൽ എടി നിന്റെ വീടിൻ്റെ ആധാരം ഉണ്ടല്ലോ അത് പണയപ്പെടുത്തി കുറച്ച് പൈസ അവൾക്ക് കൊടുത്താൽ പോരെ, അവൾ ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും അവൾ തന്നെ ആധാരം എടുത്ത് തന്നോളും എന്നുള്ള കാര്യമൊക്കെയാണ്. പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കോടീശ്വരിയാണല്ലോ അവളുടെ പൈസയൊക്കെ കൊണ്ട് നമുക്ക് ഇതിലും വലിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വെച്ചേക്കുന്ന കാരണം ചന്ദ്രമതി ആ രീതിയിൽ അങ്ങ് ചിന്തിക്കുകയാണ്. മോളെ നീ സമാധാനപ്പെട്, എപ്പോഴത്തേക്കിനാണ് പൈസ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അമ്മ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കാശ് കൊടുക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്നും പറഞ്ഞ് ഇവള് ഫോൺ വെക്കാൻ തുടങ്ങുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ അവിടെ നിൽക്ക്, ഫോൺ വെക്കാൻ വരട്ടെ, അമ്മ ഒരു പരിഹാരം കണ്ടോളാം, എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മോൾക്ക് പറഞ്ഞ പൈസ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ രവി ആണെങ്കിൽ പെൻഷൻ പൈസയൊന്നും കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഓഫീസറുടെ വീട്ടിലേക്ക് പോവാട്ടോ. ചെല്ലുമ്പോഴാണെങ്കിലോ അയാളുടെ ഭാര്യയും അയാളും ഭയങ്കര ഡിമാൻഡ് കാണിക്കുകയാണ്. സംഗതി നമ്മുടെ സച്ചി ഒന്ന് പെരുമാറിയതാണല്ലോ പുള്ളിക്കാരനെ, അതിൻ്റെ ഒരു ദേഷ്യവും കാര്യമൊക്കെ ഇവർക്കുണ്ട് കേട്ടോ. അപ്പം രവിയെ കണ്ടതും, അല്ല നിങ്ങളിപ്പോൾ ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇനി നിങ്ങൾ വന്ന പിന്നാലെ നിങ്ങളുടെ മകൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പം അല്ല സാറേ, അത് അന്നൊരു കയ്യബദ്ധം പറ്റിയതാണ്, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, എനിക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ അത് സാർ അനുവദിച്ച് തരണമെന്ന് പറയുമ്പോഴത്തേക്കിനും അതെ അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമൊന്നും അല്ല, പിന്നെ നിങ്ങൾ എന്തോ ഒരു വണ്ടി ഇടിച്ച കേസിലൊക്കെ പെട്ടിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അതങ്ങ് തടഞ്ഞു വെച്ചേക്കുവാണ്. അപ്പം ഇത് കേട്ടുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്തിനാ മനുഷ്യൻ നിങ്ങൾ അയാളുടെ അടുത്ത് കള്ളത്തരം പറയുന്നത്, നിങ്ങളെ അയാളുടെ മകൻ തല്ലിയത് കൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ നമ്മൾ കൊടുക്കാത്തതാണ്, മനഃപൂർവ്വം കൊടുക്കാത്തതാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ പുള്ളിക്കാരനും പറയുന്നുണ്ട്, ആ പറഞ്ഞതാണ് ശരി, എന്തായാലും നിങ്ങളുടെ മകൻ വന്ന് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാതെ ഞാൻ ആ സംഭവം ശരിയാക്കി തരില്ല എന്ന് പറയുമ്പം രവി ആണെങ്കിലോ എൻ്റെ മകന് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചാൽ മതിയോ, അതെനിക്ക് അർഹതപ്പെട്ടതല്ലേ, നിങ്ങളതെനിക്ക് തിരികെ തരണം, എനിക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കിട്ടും, പക്ഷേ നിങ്ങളുടെ മകൻ വന്ന് എൻ്റെ കാല് പിടിക്കണമെന്ന് പറയുമ്പം ഒരിക്കലും രവി അതിന് തയ്യാറാവില്ല. രവി അത്രയധികം നമ്മുടെ സച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. സച്ചിക്ക് വേണ്ടിയിട്ട് രവി ആണെങ്കിൽ ഈ പെൻഷൻ തന്നെ വേണ്ടെന്ന് വെച്ച് കളയും. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ അവിടുന്ന് വളരെ നിരാശനായിട്ട് പോരുക. അങ്ങനെ വീട്ടിൽ വന്ന രവി ആണെങ്കിലോ മുത്തശ്ശിയെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിയും രേവതിയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറണമെങ്കിൽ ഇവർ കലാവതി മുത്തശ്ശിയുടെ അടുത്ത് പോയി നിന്നെങ്കിൽ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയെ വിളിക്കുമ്പോൾ മുത്തശ്ശി ഫോൺ എടുത്തു. പറയൂ രവി, എന്നാ കൊണ്ട് വിശേഷം, മോന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് സുഖം തന്നെയാണമ്മേ, അല്ല കല്യാണമൊന്നും കഴിഞ്ഞിട്ട് എൻ്റെ മോൻ എന്നെ അങ്ങ് വിളിച്ചൊന്നും തിരക്കുന്നൊന്നും ഇല്ലല്ലോ, എന്താടാ കാര്യമെന്ന് ചോദിക്കുമ്പം അമ്മ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സച്ചിയും രേവതിയും ഇപ്പോഴും കീരിയും പാമ്പും പോലെയാണ് കഴിയുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ എന്നിട്ട് നീ അതിലൊന്നും ചെയ്തില്ലേ, അമ്മ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, ഞാൻ വിചാരിച്ചിട്ട് ഇനി അമ്മയുടെ അടുത്തേക്ക് കുറച്ച് ദിവസം വിട്ടാലോ എന്ന് ആലോചിക്കുക,
അമ്മ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ, അതുകൊണ്ട് ഞാനങ്ങോട്ട് വിടട്ടെ എന്ന് ചോദിക്കുമ്പം നീ എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ, നീ ധൈര്യമായിട്ട് വിട്, അവരിവിടുന്ന് മടങ്ങി പോകുമ്പോൾ നല്ല സ്നേഹത്തിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെക്കുക കേട്ടോ. അപ്പോൾ ദാ സച്ചി നമ്മുടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് സച്ചി എത്തി കേട്ടോ. സച്ചി വന്ന പാടെ തന്നെ മോനെ ഇങ്ങ് വന്നേടാ, അച്ഛനൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് രവി അടുത്ത് വിളിച്ചിരുത്തുമ്പോഴത്തേക്കിനും സച്ചി അവിടെ ഇരിക്കുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ കാര്യം? അച്ഛൻ ഞാൻ ഉച്ചക്ക് വന്നപ്പോഴും പറഞ്ഞല്ലോ എന്തോ സംസാരിക്കാനുണ്ടെന്ന്, എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും മോനെ നീ നമുക്കൊരു യാത്ര പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ യാത്രയോ അച്ഛൻ, ഞാനിത് അച്ഛനോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു, നമുക്ക് 2 പേർക്കും കൂടി ഒരു യാത്ര പോയാലോ? എടാ പോട്ടാ, നമ്മൾ 2 പേരും കൂടിയല്ല, നീ നിന്റെ ഭാര്യയും കൂടിയാണ് യാത്ര പോകേണ്ടത്. ഞാനും എൻ്റെ ഭാര്യയോ? എൻ്റെ അച്ഛാ, എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം ഇപ്പോൾ ഉണ്ട്, അത് ദയവ് ചെയ്ത് നശിപ്പിക്കല്ലേന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും രവി പറയുന്നുണ്ട്, മോനെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നീ എന്തിനാണ് വെറുതെ രേവതിയായിട്ട് വഴക്കുണ്ടാക്കുന്നത്? അതുകൊണ്ട് അച്ഛൻ പറയുന്നത് പോലെ മോനൊന്ന് കേട്ടെ. മോനെ മുത്തശ്ശി വിളിച്ചായിരുന്നു, മുത്തശ്ശിയുടെ അടുത്ത് കുറച്ച് ദിവസം പോയി നിൽക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് പോയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നാളെ തന്നെ പോയിക്കോട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറഞ്ഞു, അച്ഛ അവളും ഒക്കെ ആയിട്ടാണെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട, എനിക്ക് വണ്ടിയുടെ CC അടയ്ക്കാനൊക്കെ ഉള്ളതാ, ഒരുപാട് ഓടിയെങ്കിലേ പൈസയൊക്കെ കിട്ടുള്ളൂ. അവൻ്റെ ഒരു CC എന്നും പറഞ്ഞ് രവി ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ ദേഷ്യപ്പെട്ടാലും വേണ്ടിയില്ല, ഞാൻ അവളോടൊപ്പം പോവില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ മുത്തശ്ശിയെ നീ തന്നെ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ സച്ചി വെട്ടു. മുത്തശ്ശിയോട് ഒരിക്കലും അവന് നോ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സച്ചി ആണെങ്കിലും എന്നാൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഈ വണ്ടിയുടെ ഓട്ടോ ഒക്കെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കട്ടെ, ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞല്ലേ വരാൻ പറ്റത്തുള്ളൂ, എന്നാൽ അച്ഛനും കൂടി വരായിരുന്നു, പിന്നെ നിങ്ങൾ ഹണിമൂൺ പോണെടുത്ത് ഞാൻ വരാടാ എന്നും പറഞ്ഞ് രവി കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് രവി പറയുന്നുണ്ട്, മോളെ സച്ചിയോടൊപ്പം നീ നാളെ ഒരു യാത്ര പോകണം. അപ്പം എങ്ങോട്ടാ അച്ഛാ ഞങ്ങൾ പോവേണ്ടതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോവേണ്ടത്. കലാവതി മുത്തശ്ശി വിളിച്ചായിരുന്നു, മുത്തശ്ശിക്ക് നിങ്ങളെ 2 പേരെയും അത്യാവശ്യമായിട്ട് കാണണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ ഈ ഒരു സ്വഭാവമൊക്കെ മാറണമെങ്കിൽ ഉറപ്പായിട്ടും അമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഇതാ കൂട്ടുകാരൻ്റെ അടുത്തെത്തി. കൂട്ടുകാരൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാം, എനിക്ക് 3-4 ദിവസത്തേക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ വണ്ടി നീ ഒന്ന് ഓടിക്കാവോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ പകൽ ഓടുന്ന പൈസയൊക്കെ നീ എടുത്തോ, രാത്രി നീ ഓടണം കേട്ടോ, രാത്രി ഓടുന്ന പൈസ വണ്ടിയുടെ CC അടയ്ക്കാൻ വേണ്ടി വെച്ചാൽ മതി, നിനക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പം നിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം കൂട്ടുകാരന് അത് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. അവനാണെങ്കിൽ അത് ഞാൻ ചെയ്തോളാടാ, പിന്നെ നാളെ കാലത്തെ ഞാനൊരു സ്ഥലം വരെ പോവാണ്, അപ്പം അവിടെ ബസ് സ്റ്റോപ്പ് വരെയെങ്കിലും എന്നെ ഒന്നുകൊണ്ട് ആക്കണോട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി. നമ്മുടെ സച്ചിയും രേവതിയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം രവി പറയുന്നുണ്ട്, അല്ല മോനെ നിന്റെ വണ്ടിക്കല്ലേ പോകുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ വണ്ടിക്ക് തന്നെയാണ്, പക്ഷെ അത് ബസ് സ്റ്റാൻഡ് വരെ ഉള്ളച്ചാ, അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം. അതെന്താ മോനെ, നിനക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ. അച്ഛാ ഈ വണ്ടി ഓടിയെങ്കിലേ കടം തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ലച്ച. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിക്കോളും, അതുകൊണ്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചിത് ആ കൂട്ടുകാരനോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ കയറാൻ പോകുമ്പോഴത്തേക്കിനും അയ്യേ നീ ഇങ്ങ് ഇറങ്ങിക്ക്, നീയേ രേവതിയോടൊപ്പം ബാക്കിലിരുന്നാൽ മതിയെന്ന് രവി പറയുമ്പോഴത്തേക്കിനും അയ്യോ അച്ഛൻ എനിക്ക് ബാക്കിലിരുന്നാൽ പറ്റില്ല, ബാക്കിലിരുന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. സാരയില്ല, ഇടയ്ക്ക് ഇച്ചിരി ഛർദ്ദിക്കുന്നതൊക്കെ നല്ലതാ, വയറ് നല്ലതാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അച്ഛൻ പിടിച്ച് നമ്മുടെ രേവതിയുടെ കൂടെ സച്ചി ഇരുത്താണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നും പറഞ്ഞ് മുഖമൊക്കെ വെട്ടി തിരിച്ച് 2 പേരും കൂടി നോക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം വൈകിട്ട് പ്രമോ വിശേഷമൊക്കെ ആയിട്ട് എത്താം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ.